ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കണം കേട്ടോ, നിങ്ങളോട് എല്ലാവരോടും കുറേ മനസ്സ് തുറന്ന് കുറേ സംസാരിക്കണം, കുറേ വിശേഷങ്ങൾ പറയണം എന്നൊക്കെ. പക്ഷേ എന്താ പറയുക, നിൽക്കാൻ നേരമില്ല എന്ന് വേണം കേട്ടോ പറയാനായിട്ട്. ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് കുറേ നാൾ, ഈ അടുത്ത നാൾ വരെ ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നതിൻ്റെ മെയിൻ റീസൺ എനിക്ക് മടിയായിട്ടായിരുന്നു. മടി മാത്രമല്ല, ഇവിടെ വീട്ടിനുള്ളിൽ ഇരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, പ്രത്യേകിച്ച് എന്തെടുക്കാനാണ്, എൻ്റെ മുഖം എൻ്റെ തല ഇതല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് കാണിക്കാനുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കാണ്ട് മടി പിടിച്ചിരുന്നത്. പക്ഷെ ഇപ്പം സംഭവം അതല്ല. ഇപ്പം എൻ്റെ ലൈഫ് ആകെ മൊത്തം മറിഞ്ഞ് കുഴഞ്ഞൊരവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, വീഡിയോ എടുക്കാൻ പോയിട്ട് എനിക്കൊന്ന് ഉറങ്ങാൻ പോലും ഇപ്പം നേരം കിട്ടണില്ല. അങ്ങനത്തെ ഒരു ലൈഫിലൂടെയാണ് ഇപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കണം എന്നും പറഞ്ഞിതാ വന്ന് വീഡിയോ എടുക്കുകയാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ജീവനോടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത്. കാരണം കുറേ മെസ്സേജുകളും കുറേ കമൻസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഞാൻ എവിടെ പോയി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയാം. ഞാൻ എവിടെ ആയിരുന്നു, എന്താണ് എൻ്റെ ലൈഫിൽ വന്ന ഒരു വലിയ ചേഞ്ച്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. അതുവരെ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കസേരയാക്കിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, ഞാൻ ഇതുവരെ എവിടെ ആയിരുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവർ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഇൻസ്റ്റയിൽ 1-2 കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടും പിന്നെ കുറച്ച് പേര് ഗസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. ഓൾമോസ്റ്റ് കുറേ പേര് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ്, എനിക്ക് ജോലി കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ പരിസരത്ത് കാണാണ്ടിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ജോലി എന്ന് പറഞ്ഞുകൊണ്ടെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ, നിൽക്കാൻ നേരമില്ല എന്ന് വേണം കേട്ടോ പറയാനായിട്ട്. അതായത് എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, രാവിലെ ഇവായ സ്കൂളിൽ വിടണമല്ലോ. അപ്പോൾ ഒരു 6:15 ഇവിടെ ബസ് വരും. ഞാനൊരു 5-5:15 ആകുമ്പോൾ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തുടങ്ങണം ഓട്ടാട്ടാം. അതായത് രാവിലെ എണീറ്റ് ഇവായ വിട്ടതിന് പിന്നെ വേഗം വന്നിട്ട് അടുത്ത ഫുഡ് ഉണ്ടാക്കണം. അതായത് ഇവാക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയല്ലേ വരുള്ളൂ. അപ്പോൾ ഇവാക്ക് രാവിലത്തേക്ക്, ഉച്ചക്കത്തേക്ക്, വൈകിട്ടത്തേക്കുള്ള എല്ലാം റെഡിയാക്കി ഇവാനെ തൊട്ടപ്പുറത്തൊരു വീട്ടിലാട്ടോ ആക്കിയേക്കണേ. അപ്പോൾ അവളെ അങ്ങടേക്ക് വിടണം. അവളങ്ങടേക്കല്ല, അവളെ സ്കൂളിൽ നിന്ന് അങ്ങോട്ട് വരും. അപ്പോൾ അവളുടെ ഫുഡൊക്കെ അവിടെ ഏൽപ്പിക്കണം. പിന്നെ എനിക്ക് ഫുഡ് കൊണ്ടുപോകണം, രാവിലത്തെ കഴിക്കണം. ഇതൊക്കെ എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടി ഒരു 7:30 ആകുമ്പോൾ ഞാനിവിടെ നിന്ന് ഓടും. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, അഫി ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പോവും. അഫി എന്നെ മെട്രോയിൽ ഡ്രോപ്പ് ചെയ്യും. എനിക്ക് DIFCയിലാട്ടോ, ദുബായ് DIFCയിലാണ്. നമ്മുടെ ബുർജ് ഖലീഫയൊക്കെ ഇല്ലേ, ആ ഒരു ഏരിയ ഷെയ്ഖ് സായിദ് റോഡിലാണ്. അപ്പോൾ അങ്ങ് വരെ എത്തണം. 9:30ക്കാണ് ഓഫീസ് ടൈം, 6 വരെ ഉണ്ട്. എന്നാലും ഞാൻ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ എത്തുമ്പോൾ, അഫിയുടെ സ്റ്റോപ്പിൽ എത്തുമ്പോൾ ഒരു 7 ആവും. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ട്രാഫിക് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ എൻ്റെ പൊന്നോ 8:30, 8:45 ഒക്കെ ആവും കേട്ടോ മിക്ക ദിവസം. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒന്നിനും വയ്യ. ഞാൻ അങ്ങനെ എന്താ പറയുക, വന്നിട്ട് ചത്ത പോലെ കിടപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അഫി എന്നെ ഫുള്ള് കളിയാക്കലായിരുന്നു. കാരണം എന്താ പറയുക, മീൻസ് ജോലിക്ക് പോയിട്ട് ഒന്ന് തളർന്നു പോയി എന്നും പറഞ്ഞ് എന്നെ ഫുള്ള് കളിയാക്കലായിരുന്നു കേട്ടോ. കാരണം അമ്മാതിരി അവസ്ഥയിലാവും ഞാൻ. പിന്നെ സൺഡേ എന്ന് പറഞ്ഞാൽ ആകെ കിട്ടുന്ന ഒരു സൺഡേ ആണ്. അന്നും ഇങ്ങനെ ഉറങ്ങണം എന്നുള്ള ഒരു ഒറ്റ വിചാരത്തിലാണ് ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത്. എനിക്ക് മനഃപൂർവ്വം അല്ല, എനിക്ക് പറ്റുന്നുണ്ടായില്ല. പിന്നെ ഈ ഒരു ലൈഫായിട്ടൊന്ന് സെറ്റായി വരണമെങ്കിൽ തന്നെ കുറച്ച് നാളെടുക്കൂലേ. കാരണം ഞാനിപ്പോൾ വന്നിട്ട് 1.5 വർഷമായി. ഇതുവരെ ഞാനിവിടെ ഇങ്ങനെ സുഖിച്ച് ഉറങ്ങി കളിച്ച് തിരിച്ച് നടന്ന ഞാൻ ഈ രാവിലെ എണീറ്റിട്ട് എന്താ പറയുക, മറ്റേത് എനിക്ക് രാത്രി ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലെ ഇവായ സ്കൂളിൽ വിട്ട് എണീറ്റാൽ പിന്നെ ഉറക്കാണ്. കാരണം പിന്നെ എൻ്റെ ഉറക്കം റെഡി ആവില്ല. എണീറ്റിട്ട് പിന്നെ എനിക്ക് ഉറക്കില്ല. ശരിക്കും 4 മണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങണേ. കാരണം രാത്രി എന്താണെങ്കിലും ഫുഡ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടൊന്നും അല്ലാണ്ട് ഉണ്ടാക്കണം. എന്നാലും കുറേ പാത്രം കഴുകാനുണ്ടാവും. രാവിലത്തെ എൻ്റെ പാത്രങ്ങൾ, ഇവാക്കി രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പാത്രങ്ങൾ, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുണി അല്പം വാഷ് ചെയ്യാനുണ്ടാവും. പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കിയൊക്കെ വരുമ്പോൾ ഒരു നേരം. പിന്നെ ഇവായ പഠിപ്പിക്കണം, ഇവാടെ പഠിത്തം, ഇതൊക്കെ കഴിഞ്ഞിട്ട് 12 മണി 12:30 കിടന്ന് ഉറങ്ങണത്. പിന്നെ രാവിലെ 5 മണിക്ക് എണീക്കുക, ഓടുക. അങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നിനും നേരമില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. പിന്നെ ജോലിയുടെ കാര്യം പറയാനാണെങ്കിൽ കുറേ പേരിങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെയാണ് ജോലി കിട്ടിയത്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഞാൻ എഞ്ചിനീയർ ആയിരുന്നു, ഞാൻ BTech ആയിരുന്നു പഠിച്ചത്.
നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1.5 വർഷമായിട്ടോ ദുബായിൽ വന്നിട്ട്. അപ്പോൾ ഇതുവരെ ഞാൻ ജോലിക്ക് കയറിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറേ പേര് എന്നെ കളിയാക്കാറുണ്ടായിരുന്നു, കുറേ പേര് ഇങ്ങനെ അറിയാൻ വേണ്ടി ചോദിക്കാറുണ്ടായിരുന്നു എന്താ ഇതുവരെ ജോലി കിട്ടിയില്ലേ എന്നൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നൂട്ടോ, ഇങ്ങനെ ജോലി കിട്ടിയില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ അത് മാത്രമല്ല എന്താ പറയുക, നമ്മൾ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ ജോലിക്ക് കയറാനതിൻ്റെ റീസൺ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സെയിം ഫീൽഡ് തന്നെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരുന്നു കേട്ടോ. അതായത് അഫി ലോജിസ്റ്റിക്സ് ആണ് കേട്ടോ. അപ്പോൾ അഫിയുടെ ഫീൽഡിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ജോലി ആയിരുന്നു എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് കയറായിരുന്നു, എനിക്ക് ഇത്ര വെയിറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായില്ല. പക്ഷേ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് എൻജിനീയർ ആയിട്ട് തന്നെ കയറണം, എനിക്ക് എൻ്റെ ആ ഒരു ഫീൽഡ് കളയാൻ താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ അത് ഞാൻ പറയുമ്പോൾ കുറേ പേർക്ക് അത് മനസ്സിലാവുകൂടി ഉണ്ടായില്ല കേട്ടോ. അതായത് ജോലി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ജോലി പോരെ, ഇപ്പോൾ അത് തന്നെ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആരും പഠിച്ച ജോലിക്കൊന്നും കയറാറില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കായിരുന്നു കേട്ടോ. കുറേ പേര് കളിയാക്കും, കുറേ പേര് കുറ്റം പറയും, കുറേ പേര് വഴക്ക് പറയും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, എന്താ ചെയ്യണ്ടേ. എനിക്കാണെങ്കിൽ ഒന്നും റെഡി ആവണുണ്ടായില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ പോലെ അല്ല കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അറിയണം. അതായത് നാട്ടിൽ നമ്മളിപ്പോൾ ഡെവലപ്പർ ആണെങ്കിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഒരാളെ ജോലിക്ക് എടുക്കുകയാണെങ്കിൽ നമ്മളായിരിക്കും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. കാരണം ഇവർ മാക്സിമം കുറച്ച് ആൾക്കാരെ എടുത്തിട്ട് ഒരുപാട് പണിയെടുപ്പിക്കാനാണ് നോക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ, കുറേ ലാംഗ്വേജസ് ഒക്കെ അറിയണം. നമ്മൾ നാട്ടിൽ അത്രയൊന്നും പോരാ ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ കുറച്ച് കുറച്ച് ടൈറ്റാണ് സംഭവം. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആണെങ്കിലും സാലറി അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരും. ചെറിയ സാലറിക്കൊന്നും ഞാൻ പോവില്ല. മീൻസ് അങ്ങനെ നമുക്കിപ്പോൾ പോയിട്ട് വരുന്നതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാണ് ഇതുവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫൈനലി എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എൻ്റെ സെയിം ഫീൽഡ് തന്നെ കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ പോണു. എന്താ പറയുക, ഞാൻ എങ്ങനെയാണ് ജോലി കിട്ടിയെന്ന് കുറേ പേര് ചോദിക്കേണ്ടായിരുന്നു. ഞാൻ ഇൻഡീഡിൽ വഴിയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇവിടെ ജോലി കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് നമ്മൾ ജോബ് സൈറ്റിൽ അപ്ലൈ ചെയ്യാം. പിന്നെ റെഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം കിട്ടും കേട്ടോ. അതായത് ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ നമ്മളുടെ സെയിം ഫീൽഡ് ഇപ്പം ഏതെങ്കിലും ജോലിയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ കഷ്ടപ്പാടൊന്നുമില്ല. പക്ഷെ നമ്മൾ സെയിം തന്നെ കിട്ടുള്ളൂ, സെയിം തന്നെ കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ട്, ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യുകയാണെങ്കിലൊക്കെ വേഗം കിട്ടും. പക്ഷേ എനിക്ക് റെഫർ ചെയ്യാനായിട്ട് ഞങ്ങൾ രണ്ടാളും 2 ഫീൽഡല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഫിക്ക് ഒരു കണക്ഷനും ഇല്ല IT ഫീൽഡുമായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. റെഫർ ചെയ്യാനൊന്നും ആരും ഉണ്ടായില്ല. ഞാൻ ഇൻഡീഡിൽ അപ്ലൈ ചെയ്തിട്ടാണ് ആട്ടോ കിട്ടിയത്. ഇൻഡീഡിൽ അപ്ലൈ ചെയ്തെന്ന് മാത്രം പറയാൻ പറ്റില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വന്ന നാളോട്ട് ഇങ്ങനെ ജോലി നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കുമൊന്നുമില്ല. കുറച്ച് നാൾ നോക്കിക്കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ വരും. ഇൻ്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അലമ്പായിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് നാൾ ഭയങ്കര മടുപ്പാട്ടോ. പിന്നെ എനിക്ക് അടുത്ത് അപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര ഒരു മടുപ്പ് വരും. അതുപോലെ 1-2 ജോലിക്ക് ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. ഞാൻ ഓക്കെ എന്ന് വെച്ചാൽ അവർ ജോയിൻ ചെയ്തോ എന്നുള്ള പോലെയൊക്കെ നമ്മളോട് പറഞ്ഞു ഓക്കെ ആയി സെറ്റായി എന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഓഫർ ലെറ്റർ വരുന്നില്ല, പിന്നെ കോളൊന്നും വരുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ആകെ മൊത്തം ഡെസ്പാവും. ഞാൻ അവർക്ക് ഇത്രയും കഷ്ടപ്പെട്ട്, കാരണം ഒരു ഇൻ്റർവ്യൂവിന് പോകാമെന്ന് വെച്ചാൽ അത്ര കഷ്ടപ്പാടാണ്. കാരണം ഓഫീസിൽ നിന്ന് വന്നിട്ട് എന്നെ കൊണ്ടുപോകണം, പിന്നെ ഇവ ഉണ്ടാവും, എല്ലാവരും വലിച്ചുണ്ട്. ഇൻ്റർവ്യൂവിനൊക്കെ പോയി കഷ്ടപ്പെട്ട് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് എന്താ പറയുക, ഇങ്ങനെ അതും കിട്ടിയെന്ന് വിചാരിച്ചിട്ട് കിട്ടാണ്ടേക്ക് ആകുമ്പം എനിക്ക് ആകെ മൊത്തം പ്രാന്തായിട്ട് ഞാൻ പിന്നെ കുറച്ചാൾ ജോലി നോക്കാണ്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ശരിക്കും അങ്ങനെയൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടണം കേട്ടോ. അപ്പം ഞാൻ ഈ ലാസ്റ്റ് കുറച്ച് സമയം എനിക്കിങ്ങനെ എന്താ പറയുക, ജോലിയും കിട്ടണില്ല, ഒന്നും ആവണില്ല എന്നൊരു വട്ട് കയറി കഴിഞ്ഞപ്പം ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിരുന്നു. രാവിലെ പകലൊന്നും ഇല്ലാണ്ട് ഇരുന്നിട്ട് ജോലി അപ്ലൈ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഇന്ത്യയുടെ മാത്രമല്ല ലിങ്ക്ഡിനിലും പിന്നെ ഗൂഗിളിലൊക്കെ കയറിയിട്ട് ഒരുപാട് കാണുന്ന ജോലിക്കൊക്കെ അപ്ലൈ ആയിരുന്നു. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എപ്പം നോക്കിയാലും ഇത് തന്നെയായിരുന്നു കേട്ടോ എൻ്റെ പണി. അപ്പം അങ്ങനെ കുറച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ചധികം കോൾസ് ഒക്കെ വന്നത്. അതുവരെ ഞാനിവിടെ വന്നിട്ട് UAE വന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഞാൻ ആകെ 4 ഇൻ്റർവ്യൂസിനാണ് ആകെ പോയിട്ടുള്ളത്. കാരണം അത്രേ വരുന്നുണ്ടായുള്ളൂ. സെയിം ഓൾമോസ്റ്റ് സിമിലർ കേട്ടോ, അല്ലാണ്ട് എല്ലാ ജോലിയല്ല. എൻ്റെ സെയിം ആ ഒരു ഫീൽഡിൽ എനിക്ക് ആകെ 4 ഇൻ്റർവ്യൂസിനാണ് ഞാൻ പോയിട്ടുള്ളത്. അതിൽ 1-2 അവിടെ ചെന്നപ്പോൾ അലമ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. 1-2 അവർ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്നെ വിളിച്ചില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ
അങ്ങനെ ഭയങ്കര കഷ്ടപ്പാടാണ് ശരിക്കും നമ്മൾ അല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു ലാസ്റ്റ് സമയത്ത് ഞാനിങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കുറേ കോൾസൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു ജോലി എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ ജോലിക്ക് അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നല്ല ആത്മാർത്ഥമായിട്ട് നല്ല കഷ്ടപ്പെട്ട് തന്നെ അപ്ലൈ ചെയ്യണം. വെറുതെ ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് വല്ലപ്പോഴും ഒരു ജോലി അപ്ലൈ ചെയ്ത് അങ്ങനെയൊന്നും ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ശരിക്കും രാവും പകലും ഒന്നും ഇല്ലാണ്ട് ഇരുന്നിട്ട് അതിനുവേണ്ടി മാത്രം ഇരുന്നിട്ട് അപ്ലൈ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കോൾസൊക്കെ വരുവേ. അപ്പോൾ അത്രയുള്ള ജോലിയുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതായത് ഞാൻ നാട്ടിൽ പോവുകയാണല്ലോ അടുത്ത മാസം. ജൂലൈ 19-ാം തീയതി ഞങ്ങൾ ഇൻഷാ അല്ലാ നാട്ടിൽ പോവാണ്. നാട്ടിൽ പോകണമെങ്കിൽ ഇങ്ങനെ ദിവസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതും ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കാരണം നാട്ടിൽ പോകാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത മാസം അവരോട് ലീവ് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കൂലല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു പോകാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം IT ആയതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ കുറച്ച് അലൗ ചെയ്യാനൊക്കെ പറ്റും. നാട്ടിൽ പോയാലും എനിക്ക് ജോലി ഉണ്ടാവും, വർക്ക് ഫ്രം ഹോം ആയിരിക്കും, അങ്ങനെയൊക്കെ വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ നാട്ടിൽ പോകാമെന്ന് ഇങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും കൂടെയാണ് ഞാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. ഭയങ്കര സങ്കടമായിരുന്നു. അത് ജോലിക്ക് പോകേണ്ട ആ ഒരു തിരക്കിൻ്റെ ഇടയിലായിരുന്നു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നത്. എന്താ പറയുക, അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇനിയിപ്പോൾ പുതിയ വീട് എന്തായാലും നമ്മൾ പോയി കഴിഞ്ഞാൽ കുറേ അടിച്ചുപൊളി വ്ളോഗ്സൊക്കെ എടുക്കാം കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ പുതിയ വീടും എന്താ പറയുക, അയ്യോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇപ്പം നാട്ടിൽ പോകാനായിട്ട്. പർച്ചേസിങ് ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. അന്ന് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് പിന്നെ ജോലി കിട്ടിയത്. പിന്നെ പുറത്ത് ഒന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പെരുന്നാളിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ വരാമല്ലേ. പെട്ടിയൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. പെട്ടിയൊന്നും ഞാൻ എടുത്ത് മാറ്റി. പെട്ടിയൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ഓർക്കും കേട്ടോ, പക്ഷെ പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. എന്നാലും ഇവാനെങ്കിലും വിടണം എന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അല്ലെങ്കിൽ പിന്നെ ഇവ ഇവിടെ 2 മാസം വെറുതെ പെട്ടുപോകൂലേ. അപ്പം എങ്ങനെയും അഫയാണെങ്കിലും ജസ്റ്റ് ഒന്ന് കൊണ്ടാക്കിയിട്ട് വന്നിട്ട് അവൾ 2 മാസം അവിടെ നിന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ആണെങ്കിലും ഞങ്ങളല്ലല്ലോ, അവൾ അങ്ങനെ ആക്കിയിട്ട് പോണേല്ലേ. അപ്പോൾ അവളാണെങ്കിലും പൊക്കോട്ടെ, അവൾ പോയിട്ട് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ എനിക്ക് പോകാൻ പറ്റും എന്നാണ് തോന്നുന്നത്. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പർച്ചേസിംഗ് ഒക്കെ നടത്തണം, സാധനങ്ങളൊക്കെ വാങ്ങണം. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ. കാരണം 1.5 വർഷമായി നാട്ടിൽ പോയിട്ട്. അതിൻ്റെ അവിടെ ആണെങ്കിൽ എല്ലാവരും ഇവായെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവായ 4 വയസ്സിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. 4-4.5 വയസ്സുള്ളപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ നാട്ടിൽ പോകുമ്പം ഇവാക്ക് 6 വയസ്സാവും. അതായത് ജൂലൈ 18-നാണ് ഇവാട് ബർത്ത്ഡേ. 6 വയസ്സായി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നാട്ടിൽ പോകണത് കേട്ടോ. ജൂലൈ 19-നാണ് ഞങ്ങൾ നാട്ടിൽ പോണത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ എന്തായാലും വീഡിയോസൊക്കെ ഉണ്ടാവും, ഉറപ്പായിട്ട് ഉണ്ടാവും. കാരണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. ഷോപ്പിങ്ങും അതും ഇതുമൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ പേര് എന്നെ വഴക്ക് പറയുന്നുണ്ട് ഇപ്പോഴും വന്നിട്ട്. പക്ഷേ ഇത് സത്യമായിട്ടും ഇതെനിക്ക് മനഃപൂർവ്വം അല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇരിക്കാനും നിൽക്കാനും പോലും നേരമില്ല. എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഇപ്പോഴാണ് പിന്നെ ഒന്ന് ഓക്കെ ആയി വരുന്നത്. ആദ്യത്തെ കുറേ ദിവസം ഞാൻ വന്നു കഴിഞ്ഞാൽ ചത്ത പോലെ ആയിരുന്നു കേട്ടോ. ഉറക്കം എന്ന് വെച്ചാൽ അതായത് ഉറങ്ങാനും പറ്റണില്ല, എന്നാൽ ഒന്നും ചെയ്യാനും പറ്റണില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ കൂടെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാലിപ്പോൾ അൽഹംദുലില്ലാ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമുക്കപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. അടുത്തൊരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ശരി കേട്ടോ, ബൈ ബൈ.